പ്രിയ വിദ്യാർത്ഥികളെ, ഹൈപ്പർബോളി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ BSc കെമിസ്ട്രി, BSc ഫിസിക്സ് എന്നീ വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സിലെ ഓരോ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്ററാണ് ഹൈപ്പർബോളി ഫംഗ്ഷൻ. അതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ഫംഗ്ഷൻ അറിയാം. എപ്പോഴാണ് ഒരു റിലേഷനെ ഫംഗ്ഷൻ വിളിക്കുക നമുക്കറിയാം. എന്നിരുന്നാലും ഒന്നും കൂടിയും പറയാം. നമ്മൾ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ട് സെറ്റ് നമുക്കറിയാം. രണ്ട് സെറ്റ് നമ്മൾ പ്ലസ് ടു പഠിച്ച കാര്യമാണ്. രണ്ട് സെറ്റ്. ഫസ്റ്റ് ഇതിനെ ഡൊമൈൻ എന്നും ഇതിനെ കോ ഡൊമൈൻ എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ ഡൊമൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റിനെയാണ് പറയുക. ദാറ്റ് ഈസ് എ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണത് എ എന്ന് ബിയിലേക്കായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എവിടെ നിന്നാണോ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എക്സ് എന്ന ഇവിടെ ഫംഗ്ഷൻ ഈ എഫ് ആണെങ്കിൽ ഈ എക്സ് ആണെന്ത്, എക്സ് എന്നുള്ള വാരിയബിളിൻ്റെ സെറ്റാണ് എ. നെക്സ്റ്റ് അതിനെ ബിയിലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യണത്. എപ്പോഴാണ് ഇതിനെ ഫംഗ്ഷൻ എന്ന് വിളിക്കുക? ഇവിടെ എല്ലാ എലമെൻസിനും ഇവിടെ 1 2 3 4 എക്സെട്ര ഇങ്ങനെ ഇവിടുത്തെ എല്ലാ എലമെൻസിനും ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, 1ന് ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കണം, 2ന് ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കണം, 3ന് ഇമേജ് ഉണ്ടായിരിക്കണം. മാത്രമല്ല 1ന് ഒരു ഇമേജേ പറ്റുള്ളൂ അല്ലേ. 1ന് രണ്ടാമത് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവരുത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ 1 1 on 2 ബൈജെക്ഷൻ എല്ലാം നമുക്കറിയാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ എഫ് എ ടു ബി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ജനറലായിട്ട് ഇവിടെ ഒരു സെറ്റ് ഡൊമൈനായി എടുത്തു, അതുപോലെ തന്നെ കോ ഡൊമൈൻ എടുത്തു. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ ഇവിടെ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സിനെ ഇതിലേക്ക് ഞാൻ സം വൈ, x1നെ y1, അതേപോലെ x2നെ y2, x3നെ y3 ഇങ്ങനെ മാപ്പ് ചെയ്യാണ്. ഓക്കെ, ഇത് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എഫ് എന്ന ഫംഗ്ഷൻ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കാണ്. സച്ച് ദാറ്റ് എഫ് ഓഫ് x1 എന്തായിരുന്നു? എഫ് ഓഫ് x1ൻ്റെ ഇമേജ് y1. അതേപോലെ എഫ് ഓഫ് x2 y2 ആണ്. നെക്സ്റ്റ് എഫ് ഓഫ് x3 y3 ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ദാറ്റ് ഈസ് ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യാം. അഥവാ നമ്മൾ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ, എഫ് ഇൻവേഴ്സ്. ഞാൻ ഇവിടെ എടുക്കുന്നത് ജി എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ് എഫ് ഇൻവേഴ്സ്? എഫ് എയിൽ നിന്നും ബിയിലേക്കാണെങ്കിൽ, എഫ് എന്ന ഫംഗ്ഷൻ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് ബി എന്ന് എയിലായിരിക്കും. സച്ച് ദാറ്റ് x1ൻ്റെ ഇമേജ് y1 ആണെങ്കിൽ തിരിച്ച് y1ൻ്റെ ഇമേജ് എന്തായിരിക്കും? x1 ആയിരിക്കും. x2യുടെ ഇമേജ് y2 ആണെങ്കിൽ y2യുടെ ഇമേജ് എന്തായിരിക്കും? x2 ആയിരിക്കും. അതുപോലെ തന്നെ y3യുടെ ഇമേജ് x3 ആയിരിക്കും. ഇതാണ് എഫ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാ ഫംഗ്ഷനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, എല്ലാ ഫംഗ്ഷനും അതിൻ്റെ കറസ്പോണ്ട് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ഇതിന് നമുക്കറിയാം ഇത് 1 1 on 2 ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഓക്കെ, 1 1 on 2 ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അഥവാ ഇതിന് കറസ്പോണ്ട് ഇവിടെ ഇമേജ് ഉണ്ട്, യുണീക്ക് ഇമേജ് ആണ്. എല്ലാ എലമെൻസിനും കറസ്പോണ്ട് ഇവിടെ ഇമേജ് ഉണ്ട്. ഇങ്ങനത്തെ ഈ സെറ്റ് ഇങ്ങനത്തെ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം തിരിച്ചും നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. തിരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് എഫ് ഡിഫൈൻ ചെയ്യുന്നത് എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കാണ്. എ എന്ന സെറ്റിൽ 3 എലമെൻ്റ് ആണ്.
അതേപോലെ ബി എന്ന സെറ്റിലും 3 എലമെൻറ്റാണ്. എ എന്ന സെറ്റിൽ 1 2 3, ബി എന്ന സെറ്റിൽ എ ബി സി. ഇനി എങ്ങനെ മാപ്പ് ചെയ്തിട്ടുള്ളത്? 1നെ എയിലേക്ക്, 1 എന്ന എലമെൻസിനെ എ എന്ന എലമെൻസിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 2 എന്ന എലമെൻസിനെ ബിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. 3 എന്ന എലമെൻസിനെ ബിയിലേക്ക് മാപ്പ് ചെയ്തിട്ട് നമുക്കറിയാം ഇത് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ആണോ അല്ല ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ എല്ലാ എലമെൻസിനും ഇവിടെ ഇമേജ് ഉണ്ടായാൽ മതി. നമുക്കറിയാം 1ന് 2ന് 3ക്ക് 3 എലമെൻസിനും ഇവിടെ ഇമേജ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. 1ന് ഇവിടെ ഒരു ഇമേജേ ഉള്ളൂ. 2ന് 2 എന്ന എലമെൻസിന് ഇവിടെ ഒരു ഇമേജേ ഉള്ളൂ. 3 എന്ന എലമെൻസിനും ഇവിടെ ഒരു ഇമേജേ ഉള്ളൂ. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഫംഗ്ഷനാണ്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് നോക്കാം. ഇൻവേഴ്സ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇൻവേഴ്സ് ഫംഗ്ഷൻ ഞാൻ പറയണില്ല, ഇതിൻ്റെ ഇൻവേഴ്സ് ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. ദറ്റ് ഈസ് ബി ആയിരിക്കും ഡൊമൈന്, എ ആയിരിക്കും കോഡൊമൈന്. എ ബി സി, നെക്സ്റ്റ് 1 2 3. ഓക്കെ, ഞാൻ ജി എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഇൻവേഴ്സ് ജി ആണെങ്കിൽ എയുടെ 1നെ എയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? എനെ 1ലേക്കായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ബിനെ 2നെ ബിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിയുടെ ഇമേജ് എന്തായിരിക്കും? 2 ആയിരിക്കും. നെക്സ്റ്റ് 3നെ ബിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിയുടെ ഇമേജ് എന്തായിരിക്കും? അതും 3 ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഫംഗ്ഷൻ ആണോ അല്ലേ എന്നുള്ളത്. ഇവിടെ 1നെ എനെ 1ലേക്കും ബിനെ 2 3ലേക്കും സിക്ക് ഇവിടെ ഇമേജ് ഇല്ല. ഓക്കെ, നമ്മളെ കണ്ടീഷൻ എന്താണ്? ഇവിടെ എല്ലാ എലമെൻസിനും ഇവിടെ ഇമേജ് വേണം. രണ്ടാമത്തേത് ഒരു ഇമേജേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ എക്ക് ഒരു ഇമേജേ ഉള്ളൂ, പക്ഷേ ബിക്ക് 2 ഇമേജ് പോയിട്ടുണ്ട്. അപ്പോൾ ജനറലി എല്ലാ ഫംഗ്ഷനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഈ ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷന്? ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവുക? എന്തെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജനറലി എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയാൻ പറ്റുമോ? ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, എന്താണ് ഇൻവേഴ്സ് നമുക്കറിയാം. എപ്പോഴും ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ. y ഈക്വൽ ടു 2x, f ഓഫ് x ഈക്വൽ ടു y ആണെങ്കിൽ ഫംഗ്ഷൻ ഇതാണ് f ഓഫ് x ഈക്വൽ ടു x അല്ലെങ്കിൽ y ഈക്വൽ ടു 2x. എന്താണ് ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ? ദറ്റ് ഈസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് g ഓഫ് x ഈക്വൽ ടു f ഇൻവേഴ്സ് ഓഫ് y. ഓക്കെ, കുറച്ചധികം എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ ജി ഓഫ് എക്സ് നമ്മൾ എടുക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സാണ്. എഫിൻ്റെ ഇൻവേഴ്സിനാണ് നമ്മൾ ജി വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെയൊക്കെ കിട്ടും? y ഈക്വൽ ടു 2x ആണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? x ഈക്വൽ ടു എന്താ ചെക്ക് ചെയ്യുക? x ഈക്വൽ ടു എന്തായിരിക്കും? y/2. x ഈക്വൽ ടു y/2 ഇതായിരിക്കും എന്ത്? അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ. എന്താണ്? ദർഫോർ ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ വൈയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഫംഗ്ഷൻ ഓഫ് എക്സിലുള്ള വേരിയബിൾ തന്നെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് x/2. ഇതാണ് ഇൻവേഴ്സ്. ഏറ്റവും സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. y ഈക്വൽ ടു 2x ആണെങ്കിൽ അതിന് x ഈക്വൽ ടു എടുത്ത് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? വൈയുടെ സ്ഥാനത്ത് x തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് ഇതിൻ്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ x/2 ആണ്. നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എന്നാണ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിന് y കൊടുക്കുക. ദാറ്റ് ഈസ് y ഈക്വൽ ടു 2x + 3. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? x ഈക്വൽ ടു എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് y - 3 ഈക്വൽ ടു 2x. ഇവിടുന്ന് x ഈക്വൽ ടു എന്ത് കിട്ടും? x ഈക്വൽ ടു y - 3/2. ഇനി ഡയറക്റ്റ് എഴുതാൻ പറ്റും. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? വൈയുടെ സ്ഥാനത്തൊക്കെ എക്സ് കൊടുക്കുക. ഇതാണ് എഫ് ഇൻവേഴ്സ്.
ഇതാണ് എഫ് ഇൻവേഴ്സ്. ദെർഫോർ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. ഇതാണ് എഫ് ഇൻവേഴ്സ്. സെക്കൻഡ് എക്സാമ്പിൾ. തേർഡ് എക്സാമ്പിൾ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x പ്ലസ് 10. എഫ് ഇൻവേഴ്സ് എന്താ വരിക? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ y ഈക്വൽ ടു 5x പ്ലസ് 10 എഴുതാം. ഇതിന്ന് എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കാം. എന്നാണ് എക്സ് ഈക്വൽ ടു വരിക? ദറ്റ് ഈസ് y മൈനസ് 10 ഈക്വൽ ടു 5x. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു y മൈനസ് 10 ഡിവൈഡഡ് ബൈ 5. ദെർഫോർ എഫ് ഇൻവേഴ്സ് പറഞ്ഞാൽ എക്സ് മൈനസ് 10 ഡിവൈഡ് ബൈ 5. എന്താ ചെയ്തേ? എക്സ് ഈക്വൽ ടു കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിലെ വൈ നമ്മളെന്താ ഫംഗ്ഷൻ്റെ വേരിയബിൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ വേരിയബിളും എക്സ് തന്നെ എഴുതുന്നത്. ദെർഫോർ y മൈനസ് 10 ഡിവൈഡ് ബൈ 5 എഴുതി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളിലേക്ക് പോവാം. ദറ്റ് ഈസ് എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4. ഇതായിരുന്നു ഫംഗ്ഷൻ. കണ്ടുപിടിക്കേണ്ട എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് അഥവാ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്താ വേണ്ടേ? y ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4 എഴുതി. എന്നിട്ട് ഇതിന് എക്സ് എഴുതണം. ദറ്റ് ഈസ് y മൈനസ് 4 ഈക്വൽ ടു മൈനസ് 2x. ദറ്റ് ഈസ് 2x ഈക്വൽ ടു 4 മൈനസ് y. ദറ്റ് ഈസ് x ഈക്വൽ ടു 4 മൈനസ് y ഡിവൈഡഡ് ബൈ 2. Therefore f inverse of x equal to 4 minus x all divided by 2. നമുക്ക് ഈ നേരത്തെ ഇപ്പോൾ കണ്ടുപിടിച്ച രണ്ട് ഫംഗ്ഷൻ്റെയും ഗ്രാഫ് ഒന്ന് വരക്കാം. ഫംഗ്ഷൻ ഇതായിരുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4. ഇതിൻ്റെ ഇൻവേഴ്സ് എന്തായിരുന്നു? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു? നമുക്ക് കിട്ടിയിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് 4 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. 4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇതിനെ ഈ രീതിയിൽ എഴുതാം. ദറ്റ് ഈസ് 4/2 മൈനസ് എക്സ് ബൈ 2. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 മൈനസ് എക്സ് ബൈ 2 അല്ലേ? ഈ രണ്ട് ഫംഗ്ഷൻ ഒന്ന് വരച്ച് നോക്കാം. ഈ രണ്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4. എക്സ് ആക്സും വൈ ആക്സും വരക്കാം. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇതേതാണ്? ഇതൊരു പോളിനോമിയലാ അല്ലേ? മാത്രമല്ല ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. കാരണം എക്സിൻ്റെ പവർ 1 or 0 വരികയാണെങ്കിൽ അതെന്തായിരിക്കും? അത് ലൈനായിരിക്കും, സ്ട്രെയിറ്റ് ലൈനായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ്റെ പ്ലോട്ട് ചെയ്യാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യണമെങ്കിൽ 2 പോയിന്റ് കിട്ടിയാൽ മതി. ആ 2 പോയിന്റിലൂടെ വരച്ച് കഴിഞ്ഞാൽ എന്തായി? അതിൻ്റെ ഗ്രാഫ് കിട്ടും, അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ആ 2 പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേതാണ്? y ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് എക്സ് പറഞ്ഞ y ആണ്. ദറ്റ് ഈസ് y ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4. 2 പോയിന്റ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ആർബിറ്ററി വാല്യൂസ് എക്സിനോ വൈക്കോ കൊടുത്താൽ മതി. ഫസ്റ്റ് എക്സിന് 0 കൊടുത്തു, കറസ്പോണ്ട് y എന്തായിരിക്കും? y 4 ആയിരിക്കും അല്ലേ? എക്സിന് 0 കൊടുക്കുമ്പോൾ y 4 ആയിരിക്കും. ഇനി വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ദറ്റ് ഈസ് 2x ഈക്വൽ ടു 4. ദറ്റ് ഈസ് x ഈക്വൽ ടു 2. ദറ്റ് ഈസ് 2 0. ഇപ്പോൾ 2 നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പോയിന്റ് കിട്ടും. ഇത് പ്ലോട്ട് ചെയ്യാം. 0 4 എവിടെ? 0 4 എടുക്കാം. y ആക്സിൽ 0 4. ദറ്റ് ഈസ് 1 2 3. നെക്സ്റ്റ് 1 2 0 ടു ഈ പോയിന്റും. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന ലൈന് അല്ലെങ്കിൽ y ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4 പറഞ്ഞ ഇതാ. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് എന്തായിരുന്നു? y ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 മൈനസ് എക്സ് ബൈ 2 ആണ്. അല്ലെങ്കിൽ y ഈക്വൽ ടു 2 മൈനസ് എക്സ് ബൈ 2 ആണ്. നമുക്ക് തൊട്ട് മുന്നേ ഇത് വരച്ച പോലെ അതൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇതിലും ലൈനാണ്, കാരണം എക്സിൻ്റെ പവർ 1 ആണ്. എക്സിൻ്റെ പവർ 1 or 0 വരികയാണെങ്കിൽ എന്തായിരിക്കും? അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഇവിടെ ലൈന് കിട്ടണമെങ്കിൽ വീണ്ടും 2 പോയിന്റ് കിട്ടണം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 2. ദാറ്റ് ഈസ് 0 2. 2 വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 ഈക്വൽ ടു എക്സ് ബൈ 2. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 4. ദാറ്റ് ഈസ് 4 0. എന്താ വരിക? 1 2 3 4. നെക്സ്റ്റ് 0 2. ഇങ്ങനെ വരും. എന്താ സംഭവിച്ചേ?
ഫംഗ്ഷൻ ഇവിടെ എക്സ് ആക്സിൽ വൈ ആക്സിൽ ഡിസ്റ്റൻസ് 4ലും എക്സിൽ 2 ഡിസ്റ്റൻസിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ എക്സിൽ 2 കട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വൈയിൽ കട്ട് ചെയ്തു. ഇവിടെ വൈയിൽ കട്ട് ചെയ്ത ഇവിടെ എക്സിലും കട്ട് ചെയ്തു. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ എപ്പോഴെന്താണ് ഈ എക്സ് ആക്സും വൈ ആക്സും കറസ്പോണ്ടിങ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ ഇതായിരുന്നു വൈ ആക്സ്. ഈ വൈ ആക്സിനെ ഇവിടെ എന്തായത് എക്സ് ആക്സിലേക്ക് മാറ്റി. ഇവിടുത്തെ എക്സ് ആക്സിനെ ഇത് ഇവിടുത്തെ വൈ ആക്സിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഇനി വരക്കണമെങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ വരക്കണം എന്നില്ല, കറസ്പോണ്ടിങ് ആക്സിസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ, ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത എക്സാമ്പിൾ, എക്സാമ്പിൾ 2. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഓക്കെ, നമുക്കറിയാം ഗ്രാഫ് നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതാണ് ഫംഗ്ഷൻ. എങ്ങനെ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതാണ് ഫംഗ്ഷൻ. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. രണ്ട് സൈഡിലും 1/3 ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പവർ എക്സ് ക്യൂബ് ഓൾ പവർ 1/3. അല്ല, നമുക്ക് എക്സ് ഈക്വൽ ടു വേണ്ടത്, അതിന് എന്ത് സൂത്രപ്പണികളും ചെയ്യാം. ദാറ്റ് ഈസ് വൈ പവർ 1/3 ഈക്വൽ ടു ഇവിടെ എന്ത് വരും? എക്സ് പവർ 3 ഇൻറ്റു 1/3. 3 ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൈ പവർ 1/3. എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 1/3. ഇതാണ് നമ്മളെ ഇൻവേഴ്സ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 1/3. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യണമെങ്കിൽ തൊട്ട് മുന്നേ നമുക്കറിയാം എങ്ങനെ സംഭവിക്കണം എന്നുള്ളത്. ഇവിടെ എക്സ് ആക്സ് വൈ ആക്സ് ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലേ? ഇനി ഇവിടെ എന്താണ്? വൈ ആക്സിനോട് ചേർന്നിട്ട് ഇങ്ങനെ പോകണം. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എക്സ് ആക്സിനോട് ചേർന്നിട്ട് എന്ത് ചെയ്യും? പോകും. ഇവിടെ എന്തായിരുന്നു? ഇവിടുത്തെ വൈ ആക്സിനോട് ചേർന്ന് പോയിട്ടുള്ളത് ഇവിടുത്തെ എക്സ് ആക്സിനോട് ചേർന്ന് പോകും. ഓക്കെ, ഇതാണ് എന്ത്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 1/3യുടെ ഗ്രാഫ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് വിചാരിക്കണോ? നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്കെങ്ങനെ എഴുതാം? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എഴുതാം. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്കറിയാം ഗ്രാഫ് വളരെ സിമ്പിളാണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഗ്രാഫാണ്, ഫംഗ്ഷനാണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആവും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ ആവും. നമുക്ക് വേണ്ട എന്താണ്? എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ. ദാറ്റ് ഈസ് ഇവിടെ എഫ് ഇൻവേഴ്സ് എന്ത് വരും? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മളെന്ത് ചെയ്യും? വൈനെ റീപ്ലേസ് ചെയ്ത് എക്സിനാക്കും. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സ്. ഇവിടെ ഇൻവേഴ്സ് എഴുതുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സാ. രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്. പ്ലസ് റൂട്ട് എക്സും വരുന്നുണ്ട്, മൈനസ് റൂട്ട് എക്സും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലെ ഒരു ഫംഗ്ഷൻ മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. കാരണം രണ്ട് ഫംഗ്ഷൻ വരയ്ക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എന്തെടുക്കും? റൂട്ട് എക്സ് എടുക്കും. എന്നാലേ ഡിഫൈൻ ചെയ്യുള്ളൂ. കാരണം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എങ്ങനെ എടുക്കും? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എങ്ങനെ എടുക്കും? ഓക്കെ, ഇതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സ്, അതിലെ പ്ലസ് റൂട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുക. പ്ലസ് റൂട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം കിട്ടും അല്ലേ? ഈ ഒരു ഭാഗം ഇവിടെ കിട്ടും. ഇതാണ് വൈ ഈക്വൽ ടു പ്ലസ് റൂട്ട് എക്സ്. വൈ ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സോ? വൈ ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സ് ഈ ഒരു ഭാഗമാണ് കിട്ടുക. വൈ ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സ്. ഇത് രണ്ടും ഒന്നിച്ച് വരച്ച് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇങ്ങനെ കിട്ടും. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഇതാണ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഇതിൻ്റെ ഒരു ഭാഗം മാത്രം എടുക്കാൻ പറ്റും. നമുക്കറിയാം ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 2 പോയിന്റിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. 2 പോയിന്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. ഈ നമ്മൾ ഗ്രാഫ് നോക്കിയിട്ട് ഫംഗ്ഷനാണോ അല്ലേ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഏതൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ഒരിക്കലും വരില്ല. കാരണം വെർട്ടിക്കൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ 2 പോയിന്റ് ടച്ച് ഉണ്ട്.
എക്സാക്റ്റ് ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ടച്ച് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ അറ്റ്മോസ്റ്റ് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. 2 പോയിന്റ് ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇതെന്താണ്? സർക്കിളാണ്, ഫംഗ്ഷൻ അല്ല, ഇതൊരു ഇമേജാണ്. കാരണം ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ 2 പോയിന്റിൽ നമ്മൾ പിക്ചറിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്? ഇത് ഫംഗ്ഷനാണ്, വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്. എങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതെന്താണ്? ഇത് ഫംഗ്ഷനാണ്. വെർട്ടിക്കൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടും. ഒന്ന് +√x, മറ്റേത് -√x. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഒന്നേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായിരിക്കും ഡൊമൈന്? ഇതിൻ്റെ ഡൊമൈൻ എന്താ? ഡൊമൈൻ പറഞ്ഞാൽ ഫംഗ്ഷൻ എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? 0 മുതൽ ഇൻഫിനിറ്റി വരെ വരാം. ദാറ്റ് ഈസ് ക്ലോസ്ഡ് 0 ടു ഓപ്പൺ ഇൻ്റർവെൽ, ഓപ്പൺ ഇൻഫിനിറ്റി. ഇതാണ് നമ്മളെ y ഈക്വൽ ടു √x ഡൊമൈന്. ഓക്കെ, അപ്പോൾ ഡൊമൈനും ഇതിൻ്റെ കൂടെ പഠിച്ചു പോവുക. ഇവിടെ എന്തായിരുന്നു ഡൊമൈന്? y ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഡൊമൈൻ എന്തായിരുന്നു? -∞ മുതൽ ഇൻഫിനിറ്റി വരെ. കാരണം എല്ലാ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇതിങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാലോ ഇതിൻ്റെ ഇൻവേഴ്സും കംപ്ലീറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഏത് വാല്യൂബിൾ കൊടുത്തു കഴിഞ്ഞാലും അതിന് ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? -∞ മുതൽ ഇൻഫിനിറ്റി വരെ. പക്ഷേ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈന് ഇവിടെ ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ട് ഫംഗ്ഷൻ വരുന്നില്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകണുള്ളൂ. ദാറ്റ് ഈസ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് അതിൻ്റെ ഡൊമൈന്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്ക്, ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണ്ടോ ഇല്ലേ? എന്താണ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ? ഞാൻ തൊട്ട് മുന്നേ ഒരു പിക്ചർ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് എയും ബിയും മാപ്പ് ചെയ്തു, അതിന് ഇൻവേഴ്സ് എടുത്തപ്പോൾ ഫംഗ്ഷൻ ആവുന്നില്ല. അപ്പോൾ ചില ഫംഗ്ഷന് അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്താണ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ? അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ വന്നു. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ്. അഥവാ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റ് പറയാം. സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എഫ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കാം. ആൻഡ് എഫ് ഈസ് ഇൻക്രീസിങ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് എ ബി. എങ്ങനെ ഇൻക്രീസിങ് മനസ്സിലാവുക? കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ മതി. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഈച്ച് എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. നെക്സ്റ്റ്, then f is invertible on AB and the inverse f inverse is defined by on the interval f of a f of b. ഓക്കെ, എന്താ പറയുന്നത്? എഫ് എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമല്ല, അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ, കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ് എഫ് ഓഫ് എ എഫ് ഓഫ് ബി. നേരെ തിരിച്ച് ഈ ഇൻക്രീസിങ്ങിന് പകരം ഡിക്രീസിങ് ആയാലും മതി. ദാറ്റ് ഈസ് എഫ് ഈസ് റാദർ ദാൻ അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് എ ബി. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഫോർ ഈച്ച് എക്സ് ഇൻ എ ബി. ദെൻ എഫ് ഈസ് സ്റ്റിൽ ഇൻവേർട്ടിബിൾ ഓൺ എ ബി ആൻഡ് ദി ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് ഈസ് എഫ് ഓഫ് ബി എഫ് ഓഫ് എ. വളരെ സിമ്പിളാണ്. എന്താ പറയുന്നത്? ഈ എഫ് എന്നൊരു ഫംഗ്ഷൻ്റെ, എഫ് എന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ അത് ഇൻക്രീസിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷനോ ആയാൽ മതി. ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറയുന്നത് എന്നുള്ളത്. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് എന്തായാലും ഇൻവേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഡിക്രീസിങ് ആണെങ്കിലോ, ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ഡിക്രീസിങ് ആണെങ്കിലോ അതിനും എന്തുണ്ടായിരിക്കും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് എ മുതൽ ബി വരെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈന്
എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈന് ഇവിടെ ഇൻക്രീസിങ് ആണ് അല്ലേ. അപ്പോൾ ഇതായിരിക്കും ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റോ ഇതേതാണ് എഫ് ഓഫ് എ, ഇത് എഫ് ഓഫ് ബി. അപ്പോൾ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈന് ഇൻക്രീസിങ് ആണെങ്കിൽ ഈ എഫ് ഓഫ് എ ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ എന്തായിരിക്കും ഡൊമൈന്? ഈ എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആയിരിക്കും. ഇതാണ് ഡൊമൈൻ വരിക. ഓക്കെ, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ ഡൊമൈൻ ഇതായിരിക്കും. എപ്പോഴാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക? ഒരേ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ കംപ്ലീറ്റ് ഡിക്രീസിങ്ങോ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ഡൊമൈന് എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആയിരിക്കും. ഡിക്രീസിങ് ആണെങ്കിലോ അതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? എഫ് ഓഫ് ബി എഫ് ഓഫ് ബി എഫ് ഓഫ് എ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഒന്നുകൂടി പറയാം. എന്താ ടെസ്റ്റ് പറയുന്നത്? സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി ആൻഡ് ദാറ്റ് ഈസ് എഫ് ഈസ് ഇൻക്രീസിങ് അറ്റ് ഈച്ച് പോയിന്റ്. ഒന്നുകൂടി പറയാം. സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി ആൻഡ് ദാറ്റ് എഫ് ഈസ് ഇൻക്രീസിങ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് എ ബി, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 for each x in AB. Then f is invertible on closed interval AB and the inverse f inverse is defined on the interval f of A f of B. അപ്പോൾ എഫ് ഇൻക്രീസിങ് ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യും, ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ഇതാണ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ഡിക്രീസിങ് ആണെങ്കിലോ അപ്പോഴും ഇൻവേർട്ടിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എഫ് ഓഫ് ബി എഫ് ഓഫ് എ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. ഇത് വെച്ചുള്ള എക്സാമ്പിൾ ചെയ്യാം. ക്വസ്റ്റ്യൻ: ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 1 ഈസ് ഇൻവേർട്ടിബിൾ ഓൺ -1 2. വാട്ട് ഈസ് ദി ഡൊമൈൻ ഓഫ് ഇൻവേഴ്സ്? നമുക്കറിയാം ഇൻവേഴ്സ് ടെസ്റ്റ് നമുക്കറിയാം. ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്കറിയാം. എന്താണ്? എഫ് ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആണെങ്കിൽ ഫംഗ്ഷന് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ അറിയാം, ഡിക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ അറിയാം. ഇനി നമുക്ക് വേണ്ടത് എങ്ങനെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും മനസ്സിലാക്കാം. കുറേ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഈ എഫ് എന്നൊരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡിക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു -3x² -2. ഓക്കെ, ദറ്റ് ഈസ് -3x² -2. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 3x² + 2 എടുക്കാം. ഓക്കെ, എക്സിന് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും x² എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ്, -1 കൊടുത്തു കഴിഞ്ഞാലോ x² വന്നതുകൊണ്ട് എപ്പോഴും ഈ ടേം പോസിറ്റീവ് ആയിരിക്കും. എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഈ ടേം പോസിറ്റീവ് ആയിരിക്കും. പുറത്തുനിന്നുണ്ട് നെഗറ്റീവ് വരും. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ പുറത്തൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ടേം എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ ടേം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ദാറ്റ് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? എപ്പോഴും ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയുള്ളത്? തന്നിട്ടുള്ള ഫംഗ്ഷൻ ഓൾവേസ് ഡിക്രീസിങ് ആണ് അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ് ആണ്. ദെർഫോർ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഓൾവേസ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം ഇതിന് ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിന് ഇൻവേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x³ -2x + 1 ഈസ് ഇൻവേർട്ടിബിൾ ഓൺ ദിസ് ഇൻ്റർവെൽ. അപ്പോൾ എല്ലാ സ്ഥലത്തും എന്താണ്? അതിന് ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ -1 2 എന്ന ഇൻ്റർവെല്ലും ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ്. ഇനി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്താണ് ഡൊമൈന്? വാട്ട് ഈസ് ദ ഡൊമൈൻ ഓഫ് ഇൻവേഴ്സ്? എന്താണ് ഈ ഡൊമൈന്? ഇത് ഡിക്രീസിങ് ആയതുകൊണ്ട് എന്തായിരിക്കും ഡൊമൈന്? എഫ് ഓഫ് ബി എഫ് ഓഫ് എ. എന്നാണ് എയും ബിയും? എ ഈക്വൽ ടു -1 ബി ഈക്വൽ ടു 2 അല്ലേ. ദാറ്റ് ഈസ് എ ബി. ഇതാണ് എയും ബിയും, ഇൻ്റർവെല്ലാണ് എയും ബിയും. എ ഈക്വൽ ടു -1 ബി ഈക്വൽ ടു 2 എന്നാണ് എഫ് ഓഫ് ബി.
എഫ് ഓഫ് ബി ഈക്വൽ ടു മൈനസ് 2 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 പ്ലസ് 1 എന്താ കിട്ടുക മൈനസ് 8 മൈനസ് 4 പ്ലസ് 1 ദാറ്റ് ഈക്വൽ ടു മൈനസ് 12 പ്ലസ് 1 ദാറ്റ് ഈസ് മൈനസ് 11. എന്താണ് എഫ് ഓഫ് എ? എഫ് ഓഫ് എ ഈക്വൽ ടു എ എന്തായിരുന്നു? എ ഈക്വൽ ടു മൈനസ് 1 ആയിരുന്നു. ദാറ്റ് ഈസ് മൈനസ് 1 ഹോൾ ക്യൂബ് മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ദാറ്റ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 2 പ്ലസ് 1 ദാറ്റ് ഈക്വൽ ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 2. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു അല്ലേ? മൈനസ് എക്സ് ക്യൂബാണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് മൈനസ് പ്ലസ് ആയി. ദെർഫോർ 2 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 4. ദെർഫോർ എന്താണ് ഡൊമൈൻ എന്താണ്? ദാറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് 11, 4. ഇതാണ് ഡൊമൈൻ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Verify that f of x equal to x square plus x as an inverse if f is defined on 1/2 infinity. Also find the domain of the inverse. തന്നുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് വെരിഫൈ ചെയ്യണം. തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈ ഇൻ്റർവെൽ എന്തുണ്ട്, അതിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം. എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ്? എന്താണ്? എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. തന്നിട്ടുള്ള പോളിനോമിയൽ അതുകൊണ്ട് നമുക്കറിയാം എവരി പോളിനോമിയൽ ആർ ഡിഫറൻഷ്യബിൾ ആൻഡ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അറിയണം. ഈ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അറിയണം. ഓക്കെ, ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ദറ്റ് ഈസ് 2x പ്ലസ് 1. എപ്പോഴാണ് ഇൻക്രീസിങ് ആവുക? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരിക, അവിടെ ഇൻക്രീസിങ് ആയിരിക്കും. എപ്പോഴാണ് ഡിക്രീസിങ് ആവുക? എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ഡിക്രീസിങ് ആയിരിക്കും. നമ്മൾ നോക്കാം, ആ ഇൻ്റർവെല്ലിൽ നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോഴോ അവിടെ ഇൻക്രീസിങ് അല്ല ഡിക്രീസിങ് അല്ല അല്ലേ? സ്ലോപ്പ് 0 ആയിരിക്കും അല്ലേ? സ്ലോപ്പ് 0 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ ദാറ്റ് ഈസ് 2 എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ എന്താണ്? 2x പ്ലസ് 1 ഈക്വൽ ടു 0 ആവും. എപ്പോഴാണ് വരിക? 2x പ്ലസ് 1 ദാറ്റ് ഈസ് 2x ഈക്വൽ ടു മൈനസ് 1, എക്സ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 1/2 ഇത് 0 മൈനസ് 1/2 ഇത് മൈനസ് 1 ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ അതിൻ്റെ സ്ലോപ്പ് 0 ആണ് അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. ദെർഫോർ ഈ ഒരു പോയിന്റിൽ തന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 1/2 തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് y വാല്യൂ വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറിയാം. ഇനി നമുക്ക് രണ്ട് ഇൻ്റർവെൽ ഉണ്ട്. ഒന്ന് -1/2 ടു ഇൻഫിനിറ്റി വരെ അല്ലേ? രണ്ടാമത്തത് രണ്ടാമത്തേത് 1/2 മുതൽ. അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലാണ്. ഒന്ന് -1/2 മുതൽ ഇൻഫിനിറ്റി വരെ, രണ്ടാമത്തെ -∞ മുതൽ -1/2 വരെ. നമുക്ക് നോക്കാം എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എവിടെയെന്നുള്ളത്. 2x പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ദാറ്റ് ഈസ് 2x ഗ്രേറ്റർ ദാൻ -1 ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ -1/2. അപ്പോൾ -1/2നേക്കാളും എക്സ് ആണെങ്കിൽ -1/2നേക്കാളും വലിയ എക്സ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ്. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെർഫോർ ഈ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണ്. നെക്സ്റ്റ് ഡിക്രീസിങ്ങോ? ഈ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആണ്. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സ് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണ്. എവിടെ? ഓൺ -1/2 ടു ഇൻഫിനിറ്റി വരെ. നെക്സ്റ്റ് ഡിക്രീസിങ് ഓൺ -∞ മുതൽ -1/2 വരെ. ഓക്കെ, ഓപ്പൺ ഇൻ്റർവെൽ എല്ലാം ഓപ്പൺ ഇൻ്റർവെൽ. നമുക്ക് തന്നുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1/2 ടു ഇൻഫിനിറ്റി. -1/2 മുതൽ ഇങ്ങോട്ട് എന്താണ്? ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് 1/2 മുതൽ ഇൻഫിനിറ്റി വരെ എന്താണ്? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് ഈ ഇൻ്റർവെൽ എന്താണ്? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് എന്താണ്? എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് തന്നിട്ടുള്ള ഇൻ്റർവെൽ എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കണം.
രണ്ടും സംഭവിക്കരുത്. ഇപ്പോൾ ഇവിടെ സീറോയിൽ എന്താണ്, സീറോയുടെ തൊട്ടിപ്പുറത്ത് എന്താണ്, സീറോ അല്ല -1/2യുടെ തൊട്ടിപ്പുറത്ത് എന്താണ്, ഇൻക്രീസിങ് ആണ്. ഇവിടെയോ ഡിക്രീസിങ് ആണ്. അത് നമ്മൾ കിട്ടിയത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂല. ഈ 1/2 ഇൻക്ലൂഡ് ചെയ്ത ഒരു ഇൻ്റർവെല്ല് ഇങ്ങനെ എടുക്കാൻ പോവാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ റീജിയണിൽ നോക്കി, ഇവിടെ ഡിക്രീസിങ് ആണ്, ഇവിടെ ഇൻക്രീസിങ് ആണ്. തന്നിട്ടുള്ള ഇൻ്റർവെല്ല് ഇൻക്രീസിങ് ഉണ്ട്, ഡിക്രീസിങ് ഉണ്ട്. ഇങ്ങനെ രണ്ടും സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂല. ഒന്നെങ്കിൽ എന്തായിരിക്കണം, കംപ്ലീറ്റ് ഇൻക്രീസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിക്രീസിങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു 1/2 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്നാണ്. നമ്മൾ ചെക്ക് ചെയ്തു, -1/2 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ദെർഫോർ 1/2 മുതൽ ഇൻഫിനിറ്റി വരെയും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ദെർഫോർ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇൻക്രീസിങ് ആയതുകൊണ്ട് എന്താണ് അതിൻ്റെ ഡൊമൈൻ എന്ത് വരും, f(a, f(b). എന്താണ് f(b) കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി എന്ന് കിട്ടും അല്ലേ. ഇൻഫിനിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി കിട്ടുക. ഇവിടെ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ്. എന്താ വരിക, f(a, f(b). എന്താണ് f(a) പറഞ്ഞു കഴിഞ്ഞാൽ f(a) എന്തായിരുന്നു, f(1/2), f(∞). ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 3/4 ഇൻഫിനിറ്റി. 3/4 ഇൻഫിനിറ്റി. ഇതാണ് നമ്മളെ ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണു. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് f(x) = x³ - 4x² + 1. Find an interval containing 1 on which f is invertible. Denote the inverse by g and find g of -7. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ f(x) നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. f(x) = x³ - 4x² + 1 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. എങ്ങനത്തെ, എഫ് ഇൻവേർട്ടിബിൾ ആവുന്ന 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ല്. ഇപ്പോൾ 1 എന്ന എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യും വേണം, അതേപോലെ എഫ് ആ ഇൻ്റർവെൽ എന്താവണം, ഇൻവേർട്ടിബിൾ ആവും വേണം. ഓക്കെ, ഫൈൻഡ് ആൻ ഇൻ്റർവെൽ കണ്ടെയ്നിങ് 1 ഓൺ വിച്ച് എഫ് ഈസ് ഇൻവേർട്ടിബിൾ. നെക്സ്റ്റ്, ഡിനോട്ട് ദി ഇൻവേഴ്സ് ബൈ ജി ആൻഡ് ഫൈൻഡ് ജി ഓഫ് -7. ഓക്കെ, ഫസ്റ്റ് നമ്മൾക്ക് ചെയ്യേണ്ടത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാം. അഥവാ ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് തന്നുള്ള ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും അതേപോലെ ഡിക്രീസിങ്ങും. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഫംഗ്ഷൻ എഫ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവുന്ന ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാം, f(x) കണ്ടുപിടിക്കാം. f(x) എന്തായിരിക്കും, 3x² - 8x. എപ്പോഴാണ് 0 വരിക, f(x) = 0 വരിക എപ്പോഴാണ്, 3x² - 8x = 0 അല്ലേ. ഒരു എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 3x × 3x - 8 = 0 വരും. എപ്പോഴും x = ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, x = 0 or 3x - 8 = 0. That implies x = 0 or 3x = 8. That implies x = 0 or x = 8/3. അപ്പോൾ എവിടേക്കാണ് f(x) 0 വരുന്നത്, f(x) 0 വരുന്നത് x = 0, x = 8/3. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റർവെല്ല് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്നെങ്കിൽ ഇവിടെ ഇൻക്രീസിങ് ആയിരിക്കും, നെക്സ്റ്റ് ഇവിടെ ഡിക്രീസിങ്ങോ. ഈ ഇൻ്റർവെല്ല് ഓരോ ഇൻ്റർവെല്ലും ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ഓർ ഡിക്രീസിങ്ങോ ആയിരിക്കും. ഓക്കെ, f(x) ഇവിടെ വരുമ്പോൾ എന്താണ്, സ്ലോപ്പ് 0. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവും, ഇവിടെ വന്ന് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവും, പിന്നെ ഇവിടെ വന്നിട്ട് ഇത്രയും വന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും സ്ലോപ്പ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഈ പോയിന്റിലാണ് സ്ലോപ്പ് 0. ഇനി അല്ലെങ്കിലോ ഇവിടെ ഇങ്ങനെ വന്ന് ഈ ഭാഗത്ത് നിന്ന് സ്ലോപ്പ് 0 ഇവിടെ വരെ ഡിക്രീസ് ചെയ്ത് വീണ്ടും ഇൻക്രീസ്, ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇവിടെ -∞ മുതൽ 0 വരെ, 0 to 8/3 വരെ, 8/3 to ∞ വരെ ഈ ഭാഗത്ത് ഒന്നെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഡിക്രീസിങ് ആയിരിക്കും.
നെക്സ്റ്റ് ഇവിടെ മുതൽ 0 to 8/3 വരെ ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എഫ് ഇൻവേർട്ടിബിൾ ആവുന്ന ഒരു ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ഏത് ഇൻ്റർവെല്ല? 1 കണ്ടെയ്ൻ ചെയ്യുന്ന. അപ്പോൾ ഇതാണ് നമ്മൾ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെൽ. ദെയർഫോർ നമ്മൾ ഇൻ്റർവെൽ ഏതാണ്? ഇൻ്റർവെൽ എന്താ വരിക? ഇൻ്റർവെൽ 0 8/3. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ? 0 8/3. കാരണം എന്താ? ഈ ഇൻ്റർവെൽ 2 കേസ് വരുള്ളൂ. ഒന്നെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും. ഡിക്രീസിങ്ങോ ഇൻക്രീസിങ്ങോ രണ്ടും വരികയാണെങ്കിലാണ് ബുദ്ധിമുട്ട്. ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. കാരണം ഇവിടെ സ്ലോപ്പ് 0 ആണ്, ഇവിടെ സ്ലോപ്പ് 0 ആണ്. അതുകൊണ്ട് ഇവിടെ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. ഇനി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എങ്ങനെ മനസ്സിലാക്കാം? f'(x) ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇൻക്രീസിങ് ആണെങ്കിൽ f'(x) എന്തായിരിക്കും? >0 ആയിരിക്കും. ഡിക്രീസിങ് ആണെങ്കിൽ f'(x) <0 ആയിരിക്കും. എന്താണ് f'(x)? നമ്മൾ കിട്ടിയിട്ടുണ്ട് 3x² - 8x. 3x² - 8x. ഇതാണ് നമ്മളെ ഡെറിവേറ്റീവ്. ഇവിടെ ഇതിൻ്റെ ഇടയിലത്തെ ഒരു പോയിന്റ് 1 നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് നമുക്കറിയാം അല്ലേ? 8/3 പറഞ്ഞു കഴിഞ്ഞാൽ 1-നേക്കാളും വലുതാണ്. അപ്പോൾ 0യുടെയും 8/3യുടെയും ഇടയിലുള്ള ഒരു നമ്പറാണ് 1 അല്ലേ? 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദെർഫോർ 1 ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഇനി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 3 - 8 ദാറ്റ് ഈസ് -5 വിച്ച് ഈസ് <0. ദെർഫോർ ഈ ഇൻ്റർവെൽ ഡിക്രീസിങ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ 0 8/3 എന്ന ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫങ്ഷൻ ഡിക്രീസിങ് ഫങ്ഷനാണ്. ദെർഫോർ ഈ ഇൻ്റർവെല്ലിൽ ഫങ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡിനോട്ട് ദ ഇൻവേഴ്സ് ബൈ ജി, അഥവാ എഫ് ഇൻവേഴ്സിനെ ജി കൊണ്ട് ഡിനോട്ട് ചെയ്യുക. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ g(-7). ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് -7 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, തന്നിട്ടുള്ള ഫംഗ്ഷൻ ഡിക്രീസിങ് ആയതുകൊണ്ട് ഏതാണ് ഡൊമൈന്? ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? അല്ലെങ്കിൽ ജി. ഡൊമൈൻ ഓഫ് ജി എന്തായിരിക്കും? f(b, f(a). നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഡൊമൈന് f(b). എന്താണ് f(b)? f(b) എന്തായിരുന്നു? 8/3. ദാറ്റ് ഈസ് f(8/3) f(0). ഓക്കെ, ഇതാണ് ഡൊമൈന്. ദാറ്റ് ഈക്വൽ ടു എന്താ സംഭവിക്കാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് -229 / 27,1. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കറിയാം -7 ബിലോങ്സ് ടു ദിസ് അല്ലേ? -7 ഇതിൻ്റെ ഇടയിലായിരിക്കും കിടക്കുക. ദെയർഫോർ അല്ലേ നമുക്ക് ഫംഗ്ഷൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? -7 ഈ ഇൻ്റർവെല്ലിൻ്റെ അകത്താണ് കിടക്കുക. ഇവിടെയാണ് ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണത്. ദെയർഫോർ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഇൻവേഴ്സ് g ഓഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് g ഓഫ് -7 ദാറ്റ് ഈക്വൽ ടു എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് -7. എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഇൻവേഴ്സ് ഓഫ് -7 എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് ഇവിടുത്തെ ഒരു എലമെൻറ്റിനെ ഇതാണ് എഫ്. ഇവിടുത്തെ ഏതോ ഒരു എലമെൻറ്റിനെ -7ലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഇൻവേഴ്സ് ഓഫ് -7 ആണ്. അഥവാ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇവിടുത്തെ എലമെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഇവിടുത്തെ കറസ്പോണ്ടിങ് ഈ എലമെൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് എക്സ് എന്ന എലമെൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് -7 പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഒരു എക്സാണ്. എന്താണ്? ഈ എക്സിനെ ഏതിലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? -7ലേക്കാണ്. എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലേ? ഈ എഫ് എക്സിനെ ഇതിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -7 ആണ്. എന്താണ് എഫ് ഓഫ് എക്സ്? x³ -4x² + 1 = -7. നമുക്ക് വേണ്ട എന്താണ്? ഈ എക്സ് കണ്ടുപിടിക്കണം. ദെയർഫോർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ എക്സിൻ്റെ വാല്യൂ ഒന്നുകൂടി പറയാം. നമുക്ക് വേണ്ടത് എഫ് ഇൻവേഴ്സ് ഓഫ് -7 കണ്ടുപിടിക്കണം.
എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് -7? ഈ -7ൻ്റെ ഇൻവേഴ്സ് ഇവിടെ മാപ്പ് ചെയ്തിട്ടുള്ള എക്സ് സച്ച് ദാറ്റ് എക്സിനെ ഇതിലേക്കാണ് മാപ്പ് ചെയ്തിട്ടുണ്ടാവുക, എക്സിനെ -7ലേക്കാണ് മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ദെയർഫോർ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്. എങ്ങനത്തെ എക്സ്? എക്സിനെ -7ലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? -7 ആയിരിക്കും. എന്താണ് എഫ് ഓഫ് എക്സ്? x³ -4x² + 1 = -7. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? x³ -4x² + 8 = 0. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഒന്ന് കാൽക്കുലേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ x= അല്ലെങ്കിൽ x² ഔട്ട്സൈഡ് എടുക്കാം. x² ഇൻറ്റു ബാക്കി x - 4 = -8. ഓക്കെ, ഇങ്ങനെ കിട്ടും അല്ലേ? x² ഇൻറ്റു x - 4 = -8 എന്താ വരിക? x = 2 അല്ലേ? 2 കൊടുക്കുമ്പോഴല്ലേ 4 ഇൻറ്റു 2 - 4 ദാറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു -2 = -8 അല്ലേ? -8. ഇന്ന് കാൽക്കുലേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ച് നമുക്ക് എക്സിൻ്റെ വാല്യൂ 2 കിട്ടും. എന്താണ്? നമ്മളെ ഇൻ്റർവെലിൻ്റെ അകത്തായിരിക്കണം. എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നമുക്കൊരു പക്ഷേ ഇതിലും കൂടുതൽ എലമെൻറ്റ്സ് കിട്ടാം. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 റൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ 3 റൂട്ട്സ് ഒരു പക്ഷേ കിട്ടും. ആ റൂട്ട്സ് എന്തായിരിക്കണം? തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ആ ഇൻ്റർവെൽ, ഏതാണ് ഇൻ്റർവെല്? ഇൻ്റർവെല് 0ഉം 8/3 ആയിരുന്നു. ഈ ഇൻ്റർവെലിൻ്റെ ഇടയിലുള്ള എക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ തൊട്ട് 8ഉം 2ഉം അല്ലാതെ വേറെ എലമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഈ ഇൻ്റർവെലിൻ്റെ പുറത്തായതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ x = 2. ദെർഫോർ g ഓഫ് -7 എന്താണ്? g എന്താണ്? g പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ആയിരുന്നു. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് -7. ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് -7 പറഞ്ഞാൽ എക്സാ. എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? 2. ദെർഫോർ ഫൈനൽ ആൻസർ g ഓഫ് -7 = 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Show that f of x = 1/3 x³ - x is not invertible on any open interval containing 1. അഥവാ തന്നിട്ടുള്ള ഫംഗ്ഷൻ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലും ഇൻവേർട്ടിബിൾ അല്ല എന്ന് തെളിയിക്കണം. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിരിക്കും അല്ലേ? ഏതെങ്കിലും ഒന്ന് മാത്രം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യണില്ല, അതിൻ്റെ മീനിങ് എന്താണ്? ഫംഗ്ഷൻ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഇൻ്റർവെൽ എടുത്തിട്ടുണ്ടെങ്കിലും ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമായിരിക്കും, അതേപോലെ ഡിക്രീസിങ്ങുമായിരിക്കും. ഇത് രണ്ടും സംഭവിക്കുന്നുണ്ടാവും. നമ്മൾ നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം. ഫസ്റ്റ് എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് = 1/3 x³ - 6 എന്നാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് = ദാറ്റ് ഈസ് 3 ഇൻറ്റു 1/3 x² - 1 ദാറ്റ് = x² - 1. ഓക്കെ, ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. എപ്പോഴാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴാണ് 0 വരിക? ദാറ്റ് ഈസ് x² - 1 = 0 വരുമ്പോൾ, ദാറ്റ് ഈസ് x + 1 ഇൻറ്റു x - 1 ദാറ്റ് ഇംപ്ലൈസ് = 0. ദാറ്റ് ഇംപ്ലൈസ് x = 1 ആൻഡ് x = -1. അപ്പോൾ x = 1ലും x = -1ലും സ്ലോപ്പ് 0 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്നാണ്. ഓക്കെ, എന്താണ് x = 1? ഇവിടെ കിടക്കും. x = 1. x = -1 ഇവിടെ കിടക്കും. അപ്പോൾ ഈ രണ്ട് ഇൻ്റർവെല്ലും സ്ലോപ്പ് 0 ആണ്. അപ്പോൾ ഒന്നെന്ത് ചെയ്യാം? ഇവിടെ ഫംഗ്ഷൻ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇവിടുന്ന് വീണ്ടും പൊങ്ങാം അല്ലേ? അപ്പോഴാണ് സ്ലോപ്പ് 0 വരിക. ഇനി അല്ലെങ്കിലോ ഇവിടെ ഡിക്രീസ് ചെയ്തു, നെക്സ്റ്റ് ഇവിടുന്ന് ഇൻക്രീസ് ചെയ്തു, ഇവിടുന്ന് ഡിക്രീസ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ അല്ല എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്നെങ്കിൽ ഇതാണ് പോസിബിലിറ്റി, ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഈ രീതിയിലായിരിക്കും, ഇതല്ല ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും. 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഇൻ്റർവെൽ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. ഇവിടെ ഇൻ്റർവെൽ ഇവിടെ ഡിക്രീസിങ് ആണ്, ഇവിടെ ഇൻക്രീസിങ് ആണ്. ഇതാണെങ്കിലോ ഇവിടെ ഇൻക്രീസിങ് ആണ്, ഇത് ഡിക്രീസിങ് ആണ്.
അപ്പോൾ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഇൻ്റർവെൽ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്തല്ല ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ല. കാരണം ഇൻക്രീസിങ് ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഡിക്രീസിങ് സംഭവിക്കും, ഡിക്രീസിങ് ആണെങ്കിലോ തൊട്ടിപ്പുറത്ത് ഇൻക്രീസിങ് സംഭവിക്കും. അപ്പോൾ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഇൻ്റർവെൽ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്താവണമെന്നില്ല, ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. എവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുക? ഇവിടെ എക്സിസ്റ്റ് ചെയ്യും, കാരണം ഇവിടെ ഡിക്രീസിങ് ആണ്. അതേപോലെ ഇവിടെയും ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലൊക്കെ എന്ത് ചെയ്യും? ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും, അഥവാ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ -1 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെല്ല്, 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെല്ല് ഇതിലൊന്നും ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഇവിടെ വെച്ച് നമുക്ക് ഈ ക്ലാസ് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ ഇതിൻ്റെ അടുത്ത 2 ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.